പ്രിയപ്പെട്ടവരെ, മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ കേസ് നമ്മൾ അങ്ങനെ പരിഷ്കരിച്ച് പറയുന്നുണ്ടെങ്കിലും തൊണ്ടിമുതൽ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. വിചാരണയിലേക്ക് കേസിലെ രണ്ടാം പ്രതിയായ MLA ആന്റണി രാജു ഇന്ന് കോടതിയിൽ ഹാജരാകണം. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. 34 വർഷം പഴക്കമുള്ള കേസിന്റെ വിചാരണ തീയതി ഇന്ന് നെടുമങ്ങാട് കോടതി തീരുമാനിച്ചേക്കും. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ ആ ഓസ്ട്രേലിയൻ പൗരന്റെ അഭിഭാഷകനായ അന്നത്തെ ആന്റണി രാജു തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചതാണ് കേസ്. എന്താണ് കൃത്രിമം എന്നറിയാമോ? അടിവസ്ത്രം തന്നെ അങ്ങ് മാറ്റി, അതാണ് കേസ്. വിവരങ്ങളുമായി റിനു സീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു സീധർ, ഇന്ന് ആന്റണി രാജു ഹാജരാകും, വിചാരണ തീയതി നിശ്ചയിക്കും. ആ വാർത്തകൾ പുറത്തു വരുന്നത് ആന്റണി രാജുവിന് അത്ര ഗുണകരമായ കാര്യമല്ല. അത് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ രാഷ്ട്രീയമായ ആന്റണി രാജുവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലേ റിനു സീധർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 1990 ഏപ്രിൽ 4 ഈ കേസിന് ആസ്പദമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിച്ച ആന്റണി സാൽവത്തർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പൗരൻ, ഈ ഓസ്ട്രേലിയൻ പൗരൻ്റെ അടിവസ്ത്രത്തിനകത്ത് നിന്നാണ് ഈ മയക്കുമരുന്ന് കണ്ടെത്തുന്നത്. ഇതിൽ പ്രധാന തൊണ്ടിമുതലുകളാണ് ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ അടിവസ്ത്രവും. ഈ ആന്റണി രാജു എന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയൻ പൗരൻ്റെ പ്രധാന വക്കീലിൻ്റെ ജൂനിയറായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ കോടതിയിൽ, അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ സാൽവത്തോറിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റു വസ്തുവകൾ വിട്ടു നൽകണമെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രധാന തൊണ്ടി മുതൽ കൂടി ആന്റണി രാജു വാങ്ങുന്ന ഒരു സാഹചര്യം അവിടുത്തെ ക്ലർക്കിൻ്റെ ഭാഗത്ത് ജോസിൻ്റെ സഹായത്തോടു കൂടി വാങ്ങുന്നു. അതിനുശേഷം ഈ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി മറ്റൊരു കളർ നൂല് വെച്ച് തയ്ച്ച് തിരിച്ച് കോടതിയിൽ നൽകി എന്നുള്ളതാണ് കേസ് എന്നുള്ളതാണ്. ഏകദേശം 1994 വഞ്ചൂർ പോലീസ് ഇത് അന്വേഷിച്ച് രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. തുടർന്ന് 2006 കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിൽ ആന്റണി രാജു തെറ്റുകാരനല്ല എന്നുള്ള തരത്തിലായിരുന്നു. അതിനുശേഷം സെൻകുമാർ DGP ആയി വന്നതിന് ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള CI പരാതി നൽകുന്നു. തുടർന്ന് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുന്നു. 2022 ആകുമ്പോഴാണ് ഈ കേസ് പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത്. അതായത് വിചാരണയിൽ ഈ ആന്റണി രാജുവോ പ്രതികളോ വക്കീലോ ഒന്നും തന്നെ കോടതിയിൽ ഹാജരായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വന്നത്. ഈ വാർത്തകളൊക്കെ ഉയർന്നു വന്നതിന് ശേഷമാണ് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഒരു പ്രഖ്യാപനം നടത്തുന്നത്, വിധി നടത്തുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ നവംബറിൽ ആന്റണി രാജു പോയി അപേക്ഷ നൽകുന്നു. അതിൻ്റെ ഒരു വിധി നവംബർ 20 വരുന്നു. കൃത്യമായി തന്നെ വിചാരണ പൂർത്തിയാക്കേണ്ടതുണ്ട്. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം. നെടുമങ്ങാട് കോടതിയിലാണ് ഈ കേസ്. ആ കോടതിക്ക് നിർദ്ദേശം നൽകുന്നു. ആന്റണി രാജു ഹാജരാവണമെന്നുള്ളൊരു നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ 20 തീയതിക്കകത്താണ് ഹാജരാകണം എന്ന് അറിയിച്ചിട്ടുള്ളത് സുപ്രീം കോടതി. തുടർന്ന് ഇന്ന് 11 മണിയോടുകൂടി ആന്റണി രാജു, മുൻമന്ത്രിയും നിലവിലെ MLAയുമായിട്ടുള്ള ആന്റണി രാജു കോടതിയിൽ ഹാജരാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ അദ്ദേഹവുമായി സംസാരിച്ചു. താൻ ഇതിനു മുമ്പും ഹാജരായിട്ടുണ്ട്, കോടതിയുമായി എല്ലാ രീതിയിലും നിയമപരമായി സഹകരിച്ചിട്ടുണ്ട്, ഇനിയും ഹാജരാവും, ഇന്നും ഹാജരാവുമെന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് ഞങ്ങളോട് പറഞ്ഞത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റിനു. വളരെ വിചിത്രമായൊരു കേസായിരുന്നു കേട്ടു. ഓസ്ട്രേലിയൻ പൗരൻ ലഹരി വസ്തു കടത്തി എന്ന പേരിലുള്ളൊരു കേസായിരുന്നു. അന്ന് ഈ ഓസ്ട്രേലിയൻ പൗരൻ്റെ വക്കീലായിരുന്നു. അന്ന് അദ്ദേഹം ജൂനിയറാണ് ഈ ആന്റണി രാജു. അപ്പോൾ ആന്റണി രാജു ഈ കോടതിയിലെ തൊണ്ടി മുതലായിരുന്ന ഈ അടിവസ്ത്രം ഉണ്ടല്ലോ, നമ്മൾ നാട്ടിൽ ജെട്ടി എന്നൊക്കെ പറയുന്ന സാധനം, അതാണ് അടിവസ്ത്രം. അത് അങ്ങനെ ഒരു പിന്നീട് പിൽക്കാലത്തൊരു വലിയ കോലാഹലമൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ഇരട്ടപ്പേരൊക്കെ ആ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇത് തൊണ്ടി മുതൽ തെളിവായിട്ട് വരുന്ന സമയത്ത് അത് ഇടാൻ പറ്റുന്ന വലുപ്പത്തിലുള്ളതായിരിക്കണമല്ലോ. അപ്പോൾ അദ്ദേഹം ഇത് കോടതിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ചെറുതാക്കി, എന്നിട്ട് തയ്ച്ചിട്ട് അവിടെ കൊണ്ട് തിരിച്ചു വെച്ചു. ഇതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. അപ്പോൾ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തൊണ്ടിമുതൽ എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ തുറന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ടതില്ല.